ഹെറൈക്കൻസ് എന്നാണ്. ഞങ്ങളൊരു ഹെൽത്ത് കെയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. എന്റെ പേര് ജസ്ന. ഞാൻ വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ S1 ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഹായ്, എൻ്റെ പേര് മീനാക്ഷി. ഏഹ് ഞാൻ S1 വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൃശ്ശൂർ പഠിക്കുകയാണ്. ഹലോ, എൻ്റെ പേര് പവിയ. ഞാനും വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫസ്റ്റ് ഇയർ ആണ്, S1 AML. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് കെയർ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്യാനും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാം. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുത്ത് ഇപ്പൊ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അപ്പൊ നമ്മൾ സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതില് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം. അപ്പോ നമുക്ക് നമ്മുടെ നെയിമൊക്കെ അടിച്ചു കൊടുത്ത് ഫോൺ നമ്പർ ഒക്കെ നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിൽ ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏതിപ്പോ നമ്മുടെ അസുഖം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാർഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമായപ്പോൾ നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെയാണ് കാണണമെങ്കിൽ അപ്പൊ നമുക്ക് ഇതിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന അപ്പോയിന്റ്മെന്റ് നമുക്ക് എന്നത്തേക്കാണ് വേണ്ടതെന്നുള്ള ആ ഒരു ഡേറ്റ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡോക്ടേഴ്സ് ഏതൊക്കെ ടൈമിൽ അവൈലബിൾ ആണ്, അവരുടെ ടൈമിങ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ എഴുതണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ടോക്കൺ നമ്പർ എത്രയാണോ കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ ഇവിടെയാണ് പേഷ്യന്റിന്റെ സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ നെയിം അടിച്ചു കൊടുത്ത് ഒരു ആളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ഇപ്പോഴത്തെ ആക്റ്റീവ് ആണോ അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒക്കെ കാണിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതില് ഡോക്ടറിനെ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്കൊരു ഡോക്ടറെ അടിച്ചു കൊടുത്ത് ഡോക്ടറിന്റെ നെയിം അടിച്ചു കൊടുത്ത് ആളുടെ സ്പെഷ്യലൈസേഷൻ ഇപ്പോ ആള് കാർഡിയോളജിസ്റ്റ് ആണോ ഡെർമറ്റോളജിസ്റ്റ് ആണോ അപ്പൊ അങ്ങനെ ഒരു ആളുടെ ഒരു ലൊക്കേഷൻ അതൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് ഇതില് ആ ഒരു ഡോക്ടറിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് ഫോൺ വഴിയാണ്. അപ്പോ കുറച്ചും കൂടി നമുക്ക് ഈസി ഒക്കെ ആയിട്ട് വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓരോ സമയത്തും ഡോക്ടേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ അപ്പൊ നമുക്ക് ഇതില് ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോ അതുപോലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈ സംഭവം എഫിഷ്യന്റ് ആണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ്. അപ്പോ അതാണ് നമ്മുടെ ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ അത്രേ ഉള്ളൂ. താങ്ക് യു.